പലസ്തീൻകാർക്ക് വിസ നിഷേധിക്കുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്ക. പലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കുമാണ് വിസ നിഷേധിക്കുക. പലസ്തീന് പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങൾ എത്തിയതോടെയാണ് പ്രഖ്യാപനം. അശ്വതി വിശ്വനാഥ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അശ്വതി, കഴിഞ്ഞ ദിവസം കെയർ സ്റ്റാമർ അടക്കമുള്ളവർ പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ G7 പെട്ട സമ്പത്ത് രാജ്യങ്ങളെല്ലാം തന്നെ, അതായത് UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നുള്ളൊരു നിർണായക പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ വരുന്ന ഐക്യരാഷ്ട്ര സഭയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നവർ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു നിർണായക തീരുമാനം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കാനഡയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തീരുമാനിച്ച ഒരു തീരുമാനം പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പലസ്തീൻകാർക്കുള്ള വിസ നിഷേധിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും അതുപോലെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കുമാണ് ഈ തരത്തിൽ വിസ നിഷേധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ G7 രാജ്യങ്ങളെല്ലാം തന്നെ നിലവിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നുള്ള ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു നിർണായക പ്രഖ്യാപനം എന്ന് തന്നെ പറയാം. അഖില, പലസ്തീന് പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തിയതോടെ പുതിയ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അശ്വതി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.